ഹായ് എവറി വൺ. ഇന്നത്തെ ടോപ്പിക്ക് കൾച്ചറൽ ക്യാപിറ്റൽ ആൻഡ് ഇതെങ്ങനെയൊക്കെയാണ് ലേണേഴ്സിൽ എത്തുന്നത്, കൂടാതെ കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ചാലഞ്ചസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കൾച്ചറൽ ക്യാപിറ്റൽ? കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിയറെ ബോർഡിയോ ആണ്. ഒരു ലേണറിൻ്റെ നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, സ്കിൽസ് ഇതൊക്കെ ചേർന്ന സോഷ്യൽ അസറ്റിനെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ. കൾച്ചറൽ ക്യാപിറ്റലിനെ 3 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് എംബഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ. ഒരു വ്യക്തി ഗ്രാജുവലി അക്വയർ ചെയ്യുന്ന അറിവ്, മാനേഴ്സ്, അസന്റ്, അഭിരുചി ഇതിനെയൊക്കെയാണ് എംബഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയുടെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഗുഡ് മാനേഴ്സ് ഇതൊക്കെ എംബഡീഡ് കൾച്ചറൽ ക്യാപിറ്റലിൽ വരുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റൽ. ഒരു വ്യക്തിക്ക് അയാളുടേത് മാത്രമായ കൾച്ചറൽ ഒബ്ജക്ട്സിനെയാണ് ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബുക്സ്, പെയിന്റിങ്സ്, പിയാനോ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറൽ ക്യാപിറ്റൽ. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അപ്രൂവ് ചെയ്തിട്ടുള്ള യോഗ്യതകളെയും പദവിയുമൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിപ്ലോമ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറൽ ക്യാപിറ്റലിൽ വരുന്നതാണ്. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലേണേഴ്സ്. ഇത് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ അറിവ്, കഴിവുകൾ, അനുഭവങ്ങൾ എന്നിവ ചേർന്ന ഒരു നോൺ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റിനെയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റിൽ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പലതരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നത് എന്ന് ഈ ആശയം മനസ്സിലാക്കി തരുന്നു. ഹൗ കൾച്ചറൽ ക്യാപിറ്റൽ ഇഫക്റ്റ് ലേണേഴ്സ്. ലേണേഴ്സിനെ കൾച്ചറൽ ക്യാപിറ്റൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. സാമൂഹിക ശ്രേണിയിൽ കൾച്ചറൽ ക്യാപിറ്റൽ ഒരു ലാഡർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുന്നു. ഉയർന്ന കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ള കുട്ടികളിൽ അക്കാഡമിക്കലി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നതിലും കൾച്ചറൽ ക്യാപിറ്റൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഉയർന്ന കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ള ലേണേഴ്സിന് ടീച്ചേഴ്സ് ആയിട്ടും സെയിം ഏജുള്ള കുട്ടികളായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നതിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലേണേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സാമൂഹിക ബന്ധങ്ങളെയും ഇത് ബാധിക്കുന്നു. ഇനി എങ്ങനെയാണ് ലേണേഴ്സ് കൾച്ചറൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നത്? പ്രൈമറി സോഴ്സായ ഫാമിലി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഹോം എൻവയോൺമെന്റ് ആണ് കുട്ടികളെ അടിസ്ഥാനപരമായി ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. അതിൽ പാരൻസിൻ്റെയും കുട്ടികളുടെയും ഇടയിലുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കഷൻസ്, അതേപോലെ കുട്ടികളെ വായനയ്ക്ക് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നത്, കുട്ടികളുടെ കലാപരമായ കഴിവ്, ലിറ്ററേച്ചർ, മ്യൂസിക് അതുപോലുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇത് സാംസ്കാരികപരമായ അറിവിലേക്ക് നയിക്കുന്നു. അതേപോലെ തന്നെ ഫാമിലീൻ്റെ സ്ട്രോങ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇത് അക്കാഡമിക് സക്സസിന് കാരണമാവുകയും ചെയ്യുന്നു. അനദർ സോഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂളിംഗ്. ഇത് കൾച്ചറൽ വാല്യൂ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലൂടെയും ലിറ്ററേച്ചർ, ആർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെയും ലേണേഴ്സിന് സൊസൈറ്റിയിൽ തൻ്റെ സ്കിൽസും ടേസ്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഡിബേറ്റ്സ്, ഡ്രാമ, റീഡിംഗ് ക്ലബ്സ് ഇത് കൾച്ചർ അവയർനെസ്സിനെ പരിപോഷിപ്പിക്കുന്നു. പിയർ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ ഇൻ്ററാക്ഷൻ. ലേണേഴ്സ് അവരുടെ സെയിം ഏജ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പുതിയ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു,
ബുക്സ് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മീഡിയ, സോഷ്യൽ പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിലൂടെയൊക്കെ കൾച്ചറൽ ക്യാപിറ്റൽ നേടിയെടുക്കുന്നു. അതേപോലെ തന്നെ സെയിം ഏജുള്ള കുട്ടികൾ അവരുടെ എഡ്യൂക്കേഷനെ പറ്റിയും സെൽഫ് എക്സ്പ്രഷനെ പറ്റിയും ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. മീഡിയ ആൻഡ് ടെക്നോളജിയാണ് മറ്റൊരു സോഴ്സ്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, ലിറ്ററേച്ചർ, ഓൺലൈൻ കണ്ടൻറ്റ്, ഇതിലൂടെയൊക്കെയും ലേണേഴ്സിന് കൾച്ചറൽ ക്യാപിറ്റൽ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെയും ഗ്ലോബൽ മീഡിയ വഴിയും ലേണേഴ്സിന് വ്യത്യസ്ത കൾച്ചർ, പേഴ്സ്പെക്റ്റീവ്സ്, നോളജ് സിസ്റ്റം ഇവയൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നു. കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ മറ്റൊരു ബേസാണ് കമ്മ്യൂണിറ്റി ആൻഡ് കൾച്ചറൽ പാർട്ടിസിപ്പേഷൻ. കൾച്ചറൽ ഇവൻറ്റ്സിലൂടെയും മ്യൂസിയംസ്, എക്സിബിഷൻ, തിയേറ്റർ പെർഫോമൻസ്, ഹെറിറ്റേജ് പ്രോഗ്രാംസ്, ഇതിലൂടെയൊക്കെയും ലേണേഴ്സിന് സാംസ്കാരിക മൂല്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വളണ്ടിയർ വർക്കിലൂടെയും സാമൂഹികപരമായും സാംസ്കാരികപരമായും ലേണേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അക്കാഡമിക് ലാംഗ്വേജ് ഉള്ള ലേണേഴ്സിൽ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലേണേഴ്സിൽ കോൺഫിഡൻസും അക്കാഡമിക് പെർഫോമൻസും ഉണ്ടാക്കുന്നു. ട്രാവൽ ചെയ്യുന്നതിലൂടെ ലേണേഴ്സിന് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത കൾച്ചർ, ഹിസ്റ്ററി, ട്രഡീഷൻ ഇവയൊക്കെ നേരിട്ട് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇത് ലേണേഴ്സിൻ്റെ വേൾഡ് വ്യൂയും അഡാപ്റ്റബിലിറ്റിയും വർദ്ധിപ്പിക്കുന്നു. മെൻറ്റർഷിപ്പ് ആൻഡ് റോൾ മോഡൽസ്. ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, പ്രൊഫഷണൽസ് ഇവരൊക്കെ ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത് വഴി ലേണേഴ്സിന് സിമിലർ ഹാബിറ്റ്സും വാല്യൂസും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ ലേണേഴ്സിൽ കൾച്ചറൽ ഗ്രോത്ത് ഷേപ്പ് ചെയ്യുന്നു. ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ. ലേണേഴ്സ് കൾച്ചറൽ ക്യാപിറ്റൽ നേടുന്നതിന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമൂഹത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ലേണേഴ്സിനും ബാക്ക്വേർഡ് ആയിട്ടുള്ള ലേണേഴ്സിനും ഒരേ അളവിലല്ല കൾച്ചറൽ ക്യാപിറ്റൽ ലഭിക്കുന്നത്. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ചില എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിഗണിക്കുന്നത് ഡൊമിനൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിനെ മാത്രമാണ്. മൂന്നാമത്തത് സ്കൂളിൽ ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും അക്കാഡമിക് ലാംഗ്വേജ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്നതായിരിക്കില്ല. നാലാമത്തത് ലിമിറ്റഡ് ആയിട്ടുള്ള കൾച്ചറൽ ക്യാപിറ്റൽ സമൂഹത്തിലെ ഒരു വിഭാഗം ലേണേഴ്സിനെ മാറ്റി നിർത്തുന്നു, അവരിൽ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്നു. കൾച്ചറൽ ക്യാപിറ്റൽ ജനറേഷൻസ് ആയിട്ട് കൈമാറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോ കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ള ഫാമിലീസിലുള്ള ലേണേഴ്സിന് സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ചിലപ്പോൾ സൊസൈറ്റിയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും നല്ല കൾച്ചറൽ വാല്യൂ അല്ലെങ്കിൽ നോളജ് ഉള്ള കുട്ടിയെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു. ഈ വീഡിയോയിൽ നിന്ന് കൾച്ചറൽ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.